അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. ഇന്ന് പ്രത്യേകതരം ചില മരുന്നുകളുമായിട്ടാണ് ഞാൻ വരുന്നത്. എൻ്റെ വോയിസ് പൂർണ്ണമായി എല്ലാവരും കേൾക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. ഒരിക്കൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഒരു പാത്രത്തിൽ എള്ളും ഈത്തപ്പഴവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് തിന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ആർക്ക് വേണ്ടി? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു. എന്ത്? ഈ ഈന്തപ്പഴവും എള്ളും ഹദിയയായി കൊണ്ടുപോയി കൊടുത്തതിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച ഔഷധങ്ങളിലൊന്നാണ് എള്ള്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നെന്താണ്? ഒരു ഔഷധ ഗുണമുള്ള ഒരു മരുന്നാണ് എള്ള് എന്ന്. മാത്രമല്ല അത് ശരീരത്തിൻ്റെ പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾക്ക് ഫലപ്രദമാണ്. നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ ഇല്ലെങ്കിൽ ഈ എള്ള് സ്ഥിരമായി കഴിച്ചാൽ നല്ല പ്രോട്ടീൻ ഉണ്ടാകും. പ്രോട്ടീൻ ഇല്ലാത്ത കാരണം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ പെട്ടെന്ന് സുഖപ്പെടുകയും ചെയ്യും. എള്ള് അരച്ചെടുത്ത് പാലിൽ കലർത്തി കുടിച്ചാൽ പ്രോട്ടീൻ്റെ കുറവ് പരിഹരിക്കപ്പെടും. അപ്പോൾ നബി പറഞ്ഞ എന്താ? എള്ള് അരക്കണം, എന്നിട്ടത് പാലിൽ ചേർത്ത് കഴിക്കാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എള്ള് പൊടിയും കുരുമുളക് പൊടിയും സമം എടുത്ത് അതിൽ ശർക്കരയും തേനും ചേർത്ത് കഴിച്ചു കൊണ്ടിരുന്നാൽ ശ്വാസമുട്ടലിന് ശമനമുണ്ടാകുന്നു. എത്രയോ ആളുകൾ ശ്വാസമുട്ടൽ കൊണ്ട് വല്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. പല ചികിത്സ ചെയ്തിട്ടും മാറാതെ, പല ഇഞ്ചക്ഷൻ ചെയ്തിട്ടും മാറാതെ, പല ആളുകളെ സന്ദർശിച്ചിട്ടും മാറാത്ത ചില രോഗങ്ങളാണ് ഈ ശ്വാസമുട്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഒരല്പം എള്ളിൻ്റെ പൊടി, ഒരല്പം കുരുമുളക് പൊടി, അത് രണ്ടും ഒരല്പം ശർക്കര ചേർത്തിട്ട് ഒരല്പം തേനും ചേർക്കുക. ഈ നാലും കൂടി മിശ്രമാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരുന്നാൽ ശ്വാസമുട്ട് തീരെ ഉണ്ടാകില്ല, അത് മാറിപ്പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എള്ള് ചൂടാക്കി പൊടിക്കണം. അതായത് നമ്മളെ എള്ള് ഒരു കടയിൽ നിന്ന് വാങ്ങിയാൽ അത് നല്ലോണം കഴുകി ഉണക്കി വറുത്ത് പൊടിക്കുക. എന്നിട്ട് ത്രിഫലപ്പൊടി ചേർക്കണം. ത്രിഫലപ്പൊടി എന്ന് പറഞ്ഞാൽ അത് ആയുർവേദ കടകളിൽ കിട്ടും. ജാതിക്ക, നെല്ലിക്ക, താന്നിക്ക, ഇതാണ് ത്രിഫലം എന്ന് പറഞ്ഞത്. ഇതിൻ്റെ മൂന്നും കൂടിയ പൊടി നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും, ആയുർവേദ കടകളിൽ. ഇത് ചേർത്ത് പതിവായി കഴിച്ചാൽ ശരീരത്തിന് ഭംഗി ഉണ്ടാകും, ധാതുപുഷ്ടി ഉണ്ടാകും. ഭംഗിയില്ലാത്ത ശരീരവും മുഖവും ഒക്കെ ആണെങ്കിൽ അവർക്ക് ഭംഗിയുണ്ടാവും. നല്ല ബ്ലഡിൽ ധാതുക്കളുടെ കുറവുണ്ടെങ്കിൽ അതും കൂടുതലാകും. അത്രയും നല്ല പെർഫെക്റ്റായൊരു മരുന്നാണ് എള്ള്. അതുപോലെ തൊണ്ടവേദനക്കും ശബ്ദമാധുര്യത്തിനും എള്ള് നല്ലതാണ്. തൊണ്ടവേദന ഉണ്ടെങ്കിൽ എള്ള് സ്ഥിരമായി കഴിക്കുക. അതുപോലെ ശബ്ദം അടഞ്ഞ ആളുകൾക്ക്, പരുക്കൻ ശബ്ദമുള്ള ആളുകൾക്കൊക്കെ എള്ള് ഏറ്റവും നല്ലതാണ്. ശബ്ദം നേർമയായി കിട്ടും. എള്ള് പൊടിച്ചതും കൽക്കണ്ടവും ചേർത്ത് കഴിച്ചു കൊണ്ടിരുന്നാൽ ശരീരത്തിന് ഉണർവും ഉന്മേഷവും കിട്ടും. എള്ള് പൊടിച്ചതും കൽക്കണ്ടവും ചേർത്ത് കഴിച്ചു കൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കുക. അങ്ങനെ കഴിച്ചാൽ ശരീരത്തിന് നല്ല ഉന്മേഷവും ഉണർവും കിട്ടും. മനസ്സിലായല്ലോ? ഇങ്ങനെ എള്ളിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ എള്ള് അരച്ച് പാലിൽ സേവിച്ചാൽ, നമ്മൾ എള്ള് അരക്കണം, എന്നിട്ട് പാലിൽ ചേർത്ത് അത് കുടിച്ചാൽ ഈ മലദ്വാരത്തിൽ നിന്ന് രക്തം ഉറ്റി വീഴുന്നതിന് ശമനമുണ്ടാകുമെന്ന ചില ആളുകൾക്കൊക്കെ, സ്ത്രീകളിലും പുരുഷന്മാരിലും കണ്ടുവരുന്നൊരു രോഗമാണ് ഈ ടോയ്ലറ്റിൽ പോയിരിക്കുന്ന സമയത്ത്, യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മലദ്വാരത്തിൽ കൂടി ചോര അല്ലെങ്കിൽ ചോരയോട് സാദൃശ്യമായ കളറുള്ള
ഒരു ദ്രാവകം ഇങ്ങനെ ഉറ്റി താഴേക്ക് വീഴുന്നത്, ഇതൊരു രോഗമാണ്. ആ രോഗത്തിന് വരെ ഈ എള്ള് പാലിൽ അരച്ച് സേവിച്ചാൽ ശമനമുണ്ടാകുമെന്ന് വലിയ വലിയ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അത്രക്കും ശ്രേഷ്ഠതയുള്ളൊരു കാര്യമാണ് ഈ എള്ള്. അതുകൊണ്ട് എല്ലാവരും എള്ള് കഴിച്ചോളി. ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ള എള്ള് പാലിൽ സേവിക്കുക, ശർക്കര ചേർത്ത്, തേന് ചേർത്ത്, കൽക്കണ്ട് ചേർത്ത്, ത്രിഫല ചൂർണം ചേർത്തൊക്കെ കഴിച്ചാൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടും. ഒരു ദിവസം 2 ദിവസം കഴിച്ചാൽ കിട്ടൂല കേട്ടോ, അത് തുടർച്ചയായിട്ട് ദിവസങ്ങളോളം കഴിക്കണം. നമ്മൾ ഈ ആയുർവേദ മരുന്നുകൾ, അതുപോലെ ഇസ്ലാമിക് മെഡിസിനിൽ പറയുന്ന ഷിഫാഉൽ അംറാദിൽ പറയുന്ന മരുന്നുകളൊക്കെ 1 ദിവസം 2 ദിവസം അല്ല, അത് ദിവസങ്ങളോളം ഇങ്ങനെ കഴിക്കണം. അത് കഴിച്ചാൽ പൂർണ്ണമായി മാറും, പിന്നെ വരില്ല. മറ്റുള്ള മരുന്നുകൾ അങ്ങനെയല്ല, താൽക്കാലിക ആശ്വാസം ഉണ്ടാവും, പിന്നീട് അത് വരും. നമ്മളെ മരുന്ന് അങ്ങനെയല്ല, ഖുർആനിക മരുന്നാണ്, ആയുർവേദ മരുന്നാണ്. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത പൂർണ്ണമായും വിശ്വാസത്തോടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന മരുന്നാണ് ഈ ഷിഫാഉൽ അംറാദിൽ പറയുന്ന ഓരോ മരുന്നുകളും. അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകട്ടെ. അള്ളാഹു എല്ലാവർക്കും പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകളൊക്കെ അള്ളാഹു തആല ഹാസിലാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.